ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. പകൽ വാർത്തയിൽ ആദ്യം പ്രധാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നടപടികൾക്ക് കൊല്ലം വിജിലൻസ് കോടതി. KP ശങ്കരദാസിന് റിമാൻഡ് ചെയ്തേക്കും. നടപടിക്കായി ജഡ്ജി ആശുപത്രിയിലെത്തും. ശബരിമലയിലെ ആടിയ നെയ്യ ക്രമക്കേടിൽ കേസെടുത്ത വിജിലൻസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക്. പത്തനംതിട്ട 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകാൻ SIT. ഇനി കസ്റ്റഡി ആവശ്യപ്പെടില്ല. MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ അയോഗ്യരാക്കാനുള്ള നടപടികൾ തുടരുന്നു. 3ാം കേസിൽ അതിജീവിതയുടെ ചാറ്റുകൾ പുറത്തുവിട്ട് ഫെനി നൈനാൻ. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് രാഹുലിനെ കാണാൻ സമീപിച്ചതിന്റെ തെളിവുകൾ. പണിതീരാത്ത ദേശീയപാതയിലെ ടോൾ പിരിവിൽ പ്രതിഷേധം ശക്തം. കാസർകോട് കുമ്പളയിൽ AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ടാലറിയാവുന്ന 500ഓളം പേർക്കെതിരെ കേസ്. കോഴിക്കോട് ഒളവണ്ണയിലും പ്രതിഷേധം. നേതാക്കളുടെ ഗൃഹസന്ദർശന പരിപാടിക്ക് മാർഗരേഖയുമായി CPM. ജനങ്ങളുടെ വാക്കുകൾ ക്ഷമാപൂർവ്വം കേൾക്കാൻ നിർദ്ദേശം. വിമർശിക്കുന്നത് മതങ്ങളെയല്ല, വർഗീയ സംഘടനകളെയെന്ന് ബോധ്യപ്പെടുത്തണം. പത്മകുമാറിനെതിരായ നടപടി കുറ്റപത്രം വന്ന ശേഷമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി. മുന്നണി മാറ്റത്തിലെ അഭിപ്രായ ഭിന്നതയ്ക്കിടെ കേരള കോൺഗ്രസ് CM സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ. മാണി ഗ്രൂപ്പുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ. മാധ്യമ സൃഷ്ടിയെന്നും ഒരു വിസ്മയവും UDF അവകാശപ്പെടില്ലെന്നും അടൂർ പ്രകാശ്. ന്യൂസ് 18 ഫോളോ അപ്പ്. CSR തട്ടിപ്പ്. ബിജു രാധാകൃഷ്ണനെ സംരക്ഷിച്ച സ്ഥാപന ഉടമ. സ്ഥാപനങ്ങൾ തന്റേതെന്നും താനാണ് സംരക്ഷിക്കുന്നതെന്നും നിഷ പീറ്റർ. NGO ഹെൽപ്പ് ഫൗണ്ടേഷന്റെ ലൈസൻസ് രേഖകൾ ന്യൂസ് 18. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് മന്ദഗതിയിൽ. ഉച്ചവരെ പോൾ ചെയ്തത് 22% വോട്ടുകൾ. 29 കോർപ്പറേഷനുകളിൽ ജനവിധി. ഇറാനിലെ ഖമനേയി കാലത്തിന് ഉടൻ അവസാനമാകുമെന്ന് അമേരിക്ക. പ്രക്ഷോഭത്തിൽ ഖമനേയി ഭരണം വീഴുമെന്ന് ട്രംപ്. അമേരിക്കൻ ആക്രമണം ആസന്നമായിരിക്കെ ഇറാൻ വിടാൻ സ്വന്തം പൗരന്മാരോട് കൂടുതൽ രാജ്യങ്ങൾ. വ്യോമപാത താൽക്കാലികമായി അടച്ച് ഇറാൻ. ജനനായകൻ വൈകും. നിർമ്മാതാക്കൾക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശം. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കണമെന്നും സുപ്രീം കോടതി. വിശദമായി നോക്കാം. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ സ്ഥാപന ഉടമ ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ. നിഷയുടെ പേരിൽ ആണ് NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സ്ഥാപനങ്ങൾ തന്റേതെന്നാണ് അഭിഭാഷകയായ നിഷ പീറ്റർ വ്യക്തമാക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ തന്റെ ജീവനക്കാരൻ ആണെന്നും ബിജുവിനെ സംരക്ഷിക്കുന്നത് താനെന്നും നിഷ ന്യൂസ് 18 പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഈ തട്ടിപ്പ് നടന്ന സ്ഥാപനം നിഷ K പീറ്റർ എന്ന അഭിഭാഷകയുടേതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് NHF എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ K പീറ്റർ എന്നയാളുടെ പേരിലാണ്. സ്ഥാപനം തൻ്റേതെന്ന് നിഷ K പീറ്റർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. താനാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നതെന്നും അവർ ന്യൂസ് 18 പ്രതികരിച്ചു. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBI വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്.
നേരത്തെ CSR ഇടപാടുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട പരാതിക്കാരും ഒരു അഭിഭാഷകയാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ ബിജുവിനെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു. പണം നഷ്ടമായ ശേഷം തിരികെ ചോദിച്ചപ്പോൾ അഭിഭാഷക തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലും നേരത്തെ നടത്തിയിരുന്നു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഉയർന്ന റാങ്കിലുള്ള അഭിഭാഷകനാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ നിഷ കെ പീറ്റർ ഹൈക്കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകയാണ്. ഒരുപാട് പ്രമാദപ്പെട്ട ഒരുപാട് കേസുകൾ, വലിയ കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ആളുകളാണ്. സുപ്രീം കോടതിയിലെ വലിയ അഭിഭാഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജു രാധാകൃഷ്ണൻ ഞങ്ങളായിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഒപ്പം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയായ മാർട്ടിനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുടെ കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നു എന്നും ഈ കേസിലെ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. 3 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ പിന്നാലെ നടത്തും. അങ്ങനെ ഒരു സമയത്ത് നിഷ കെ പീറ്റർ ട്രൈബൂട്ട് ഹോട്ടലിലേക്ക് കടന്നു വരികയും നിഷയുടെ കൂടെ അന്ന് ഈ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ അന്ന് ജാമ്യത്തിലിറക്കിയത് നിഷയായിരുന്നു. എന്നിട്ട് അതിനുശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ പേഴ്സണലായിട്ട് റിൻഷാദ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നമുക്ക് അതിൻ്റെ അതർ സ്റ്റെപ്പുകളായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു എന്ത് ചെയ്ത് ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, പോണ്ടിച്ചേരി ഒപ്പം മധുര എന്നിവിടങ്ങളിലായി CSR സമ്മിറ്റുകൾ ബിജു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളും, അതായത് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ നടത്തുന്ന മാനേജ്മെൻറ്റുകളും നിരവധി ട്രസ്റ്റ് ഭാരവാഹികളും ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്തിരുന്നു. ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്ത പലർക്കും CSR ഫണ്ട് നൽകാമെന്ന പേരിൽ വാഗ്ദാനം ബിജു നൽകിയിരുന്നു. ഈ പേരിൽ പിന്നീട് ഒരുപാട് പണം നഷ്ടമായെന്ന വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് പ്രാഥമിക തലത്തിലുള്ള അന്വേഷണങ്ങൾ, രഹസ്യാന്വേഷണ വിഭാഗം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പരാതിക്കാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി DGPക്ക് കൈമാറുകയും സിറ്റി പോലീസിന് പിന്നീട് നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഇടപാടുകാർ പരാതി നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ FIR ഇട്ട് നിഷ കെ പീറ്ററിനും ബിജു രാധാകൃഷ്ണനുമെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുൻപാകെ അല്പസമയത്തിനകം ഹാജരാക്കും. അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കാത്ത കാര്യം SIT മജിസ്ട്രേറ്റിനെ അറിയിക്കും. രാഹുലിന്റെ ലാപ്ടോപ്പ് വീണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. അതിനിടെ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. 3 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിട്ടു നൽകിയത്. പക്ഷേ 3 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലും ഒരു തരത്തിലുള്ള വിവരങ്ങളും, അന്വേഷണത്തിന് സഹായകരമാകുന്ന ഒരു തരത്തിലുള്ള വിവരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. ആവർത്തിച്ച് ചോദ്യാവലി തയ്യാറാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം SITയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴും നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ, അതല്ലേ നിങ്ങളുടെ പണിയെന്ന് ചോദിച്ച് അന്വേഷണ സംഘത്തിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചന. അതായത് ആദ്യഘട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നതിനായി ഈ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കി വേണം കോടതിയിൽ സമർപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ലോക്ക് പാറ്റേൺ പറഞ്ഞു തരണം എന്ന് രാഹുലിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും അതിന്റെ ആവശ്യമില്ല, അത് എനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടും, അതുകൊണ്ട് ഫോണിന്റെ പാസ്വേഡ് നൽകാൻ കഴിയില്ല എന്ന നിലപാട് രാഹുൽ സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് പാലക്കാടുള്ള ഹോട്ടലിൽ, രാഹുൽ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ പരിശോധന നടത്തിയത്. അവിടെ നിന്ന് മറ്റൊരു ഫോൺ പിടിച്ചെടുത്തു. പക്ഷേ ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയേക്കാവുന്ന ഒരു ലാപ്ടോപ്പ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ആ ലാപ്ടോപ്പ് തേടിയാണ് രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. പക്ഷേ അവിടെ നിന്ന് ആ ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടിയുള്ള പരിശോധന മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ ആണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി രാഹുലിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അതുകൊണ്ട് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതായത് അന്വേഷണത്തോട് രാഹുൽ നിസ്സഹകരണം തുടരുന്ന കാര്യവും ഈ ഫോണിന്റെ ലോക്ക് പാറ്റേൺ എന്താണെന്ന് അന്വേഷണ സംഘത്തോട് വിശദീകരിക്കാത്ത കാര്യവുമൊക്കെ രേഖാമൂലം കോടതിയെ അറിയിക്കും. തുടർന്ന് മജിസ്ട്രേറ്റ് ആയിരിക്കും തുടർന്ന് ആ വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കവും അതീവ രഹസ്യമായി തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ കോൺഗ്രസ് നേതാവും രാഹുലിന്റെ സുഹൃത്തുമായ ഫെനി നൈനാൻ രാഹുലിനെ സ്വകാര്യമായി കാണണമെന്ന് 2 മാസം മുൻപ് യുവതി ആവശ്യപ്പെട്ടുവെന്ന് ഫെനി ഫേസ്ബുക്കിൽ അവകാശപ്പെട്ടു. ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വകാര്യമായി കാണണമെന്നും രാത്രിയായാലും കുഴപ്പമില്ലെന്നും അറിയിച്ചു. പരാതിക്കാരിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് എന്ന പേരിൽ സ്ക്രീൻഷോട്ടുകളും ഫെനി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. 2024 ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണെന്നും ഫെനി ഫേസ്ബുക്കിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ഇന്ന്. ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ SP ഫോർട്ട് ആശുപത്രിയിലെത്തി. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി റിമാൻഡ് നടപടി പൂർത്തിയാക്കും. ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം നേരത്തെ തയ്യാറാകാതിരുന്നത്. അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SIT തലവൻ SP.S. ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സ്വകാര്യ ആശുപത്രിയിൽ, തലസ്ഥാനത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ശങ്കർദാസിന്റെ അടുത്തെത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്തത്. അതിനുശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിൽ നേരിട്ടെത്തി ശങ്കർദാസിനെ റിമാൻഡ് ചെയ്യുക. പക്ഷേ അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരും. സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജഡ്ജി നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ നൽകുന്ന വിവരങ്ങൾ കൂടി ജഡ്ജി കൃത്യമായി രേഖപ്പെടുത്തുമെന്നാണ് വിവരം. എന്തായാലും ഈ കാര്യം ഹൈക്കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജഡ്ജി തന്നെ, വിജിലൻസ് കോടതി ജഡ്ജി തന്നെ നേരിട്ട് ആശുപത്രിയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട പത്മകുമാർ നേതൃത്വം നൽകിയ ഭരണസമിതിയിലെ 2 അംഗങ്ങളുടെയും അറസ്റ്റ് ഇതോടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വിജയകുമാറിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയതാണ്. അതിനു പുറമെയാണ് ആ ഭരണസമിതിയിലെ അംഗമായിരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് കൂടി റെക്കോർഡ് ചെയ്യുന്നത്. അതായത് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് ഭരണസമിതി അംഗങ്ങളുടെ അറിവുണ്ടായിരുന്നു എന്ന കാരണമാണ് SIT ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അത് തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്ന കാര്യം ഈ 2 അംഗങ്ങൾക്കും, പത്മകുമാർ ഒഴികെയുള്ള മറ്റ് 2 അംഗങ്ങൾക്കും അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. അതായത് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് ഇവരുടെ അനുമതിയോടെയാണെന്ന് SIT ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ സ്വർണം ഉരുക്കി മാറ്റി ഒരു വലിയ തട്ടിപ്പിനാണ് കളമൊരുങ്ങുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഈ അംഗങ്ങൾക്ക് എത്ര കണ്ട് അറിവുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നാണ് SIT നൽകുന്ന സൂചന. എന്തായാലും അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതിക്ക് അടുത്ത ആഴ്ച സമർപ്പിക്കാനിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിലടക്കം ശങ്കർദാസിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത വിശദാംശങ്ങളും അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യങ്ങളും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന നടപടിക്രമങ്ങളുമൊക്കെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കുമെന്നൊരു സൂചന കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എപ്പോഴാകുമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. വൈകാതെ തന്നെ PS പ്രശാന്തിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും ഇന്ത്യക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. സ്വർണ്ണക്കൊള്ളയിൽ SIT ശരിയായ ദിശയിൽ അന്വേഷണം നടത്തുന്നുവെന്ന് EP ജയരാജൻ. അതിനെ പ്രശംസിക്കുകയാണ് വേണ്ടതെന്നും EP. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് വിൽപ്പനയിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. 3,62,400 രൂപയുടെ 4,000 രൂപയുടെ ക്രമക്കേട് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്ന് വിജിലൻസ് അറിയിച്ചു. 13,679 പാക്കറ്റ് നെയ് വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പാരഡി ഗാനത്തിന്റെ മറവിൽ സഖാക്കളെ കള്ളന്മാരാക്കാനുള്ള ശ്രമമാണ് UDF നടത്തിയത്. ആ ശ്രമം വിലപ്പോവില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകുമ്പോൾ CPM നേതാക്കൾക്കെതിരായ നടപടി ഉറപ്പുവരുത്തുമെന്നും സംസ്ഥാന സെക്രട്ടറി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും MAB. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കള്ളന്മാരാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു പാരഡി ഗാനം. എന്ത് വലിയ അസംബന്ധമാണത്. അത് ഇങ്ങനെ അടിയിലൂടെ ശബരിമല സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ കുറച്ച് ആളുകൾ അതുപോലുള്ള UDFന്റെ ഈ പാരഡി ഗാനമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ കനകൂലിമാരുടെ ഉപദേശമനുസരിച്ച് വെട്ടിച്ചുരുക്കിയ ആ സമീപനം അത് ചില സ്ഥലങ്ങളിൽ ചില ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. കാര്യം ഇവര്
ഉത്തരവാദിത്വത്തിലിരുന്നപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഡിറലിഷൻ ഓഫ് ഡ്യൂട്ടി ആണോ ഉള്ളത്, അതോ അതിനപ്പുറം ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോഴാണ് വ്യക്തമാവുന്നത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് മാർഗരേഖയുമായി CPM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിൽ ചർച്ച തുടങ്ങാമെന്ന് മാർഗരേഖയിൽ പറയുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ലെന്നും CPM മുസ്ലിം വിരുദ്ധ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്നും മാർഗരേഖയിലുണ്ട്. പത്മകുമാറിനെതിരായ നടപടിയെടുക്കാത്തതും വിശദീകരിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിന് തുടക്കം കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് ഗൃഹസന്ദർശനം നടത്താൻ CPM തീരുമാനിച്ചത്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സമാനമായ ഒരു ഇടപെടൽ CPM നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലേക്കും എത്തി ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് ഈ സർക്കാരിന്റെ CPMന്റെ പ്രവർത്തനങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും അതിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കാനുമാണ് ഗൃഹസന്ദർശനം. തിരുവനന്തപുരത്ത് മണ്ണന്തലയാണ് ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വീടുകളിൽ എത്തിയത്. ഇതേ മാതൃക എല്ലായിടത്തും അത്തരത്തിൽ ഗൃഹസന്ദർശനം നടത്തും. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഗൃഹസന്ദർശനമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിചാരിക്കാത്ത തരത്തിലുള്ള ചില തിരിച്ചടികൾ പാർട്ടിക്കുണ്ടായി. 14 ജില്ലാ പഞ്ചായത്തുള്ളതിൽ 7 ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. അപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ തുല്യമാണ്. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് UDFന് ഒരു മേൽക്കൈ കിട്ടിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി മനസ്സിലാക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ ഇത് നടക്കുകയാണ്. കൃത്യമായ ഒരു മാർഗരേഖയുമായാണ് CPM പ്രവർത്തകർ നേതാക്കളും ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് വേണ്ടി മാർഗരേഖ CPMന്റെ സംസ്ഥാന സമിതി തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെന്നാണ് രേഖ പറയുന്നത്. തിരിച്ചടിയുണ്ടായ സ്ഥലങ്ങൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന ചർച്ചയിൽ തുടങ്ങണം. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും പ്രാധാന്യമുള്ള വിഷയം എന്ന നിലയിൽ കേൾക്കണം. ജനങ്ങൾ എന്താണോ പറഞ്ഞത് ക്ഷമാപൂർവ്വം സമയമെടുത്ത് അവരെ കേൾക്കണമെന്നാണ് നേതൃത്വം പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്. തർക്കിച്ച് ജയിക്കാനല്ല, ശരിയായ ധാരണയിലെത്തിക്കാൻ ക്ഷമയോടെ ഇടപെടണമെന്ന നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നേതൃത്വം നൽകുന്നത്. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്വേഷമല്ല, ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. CPM മുസ്ലിം വിരുദ്ധ സമീപനം അല്ല സ്വീകരിക്കുന്നത് വ്യക്തമാക്കണം. മുസ്ലിം സമുദായത്തിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ വിമർശിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനവും CPM നിലപാടോ അല്ല എന്ന് തന്നെ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ശബരിമല തിരിച്ചടിയായെന്ന അതേ രീതി തുറന്നു സമ്മതിക്കാൻ CPM തയ്യാറല്ലെങ്കിലും ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലും കേൾക്കണം. എന്തുകൊണ്ട് പത്മകുമാർ നടപടിയെടുക്കാത്തത് എന്ന കാര്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പത്മകുമാർ ചെയ്ത തെറ്റിന്റെ സ്വഭാവം വ്യക്തമായിരുന്നില്ല. കുറ്റപത്രത്തിൽ അത് വ്യക്തമാക്കുന്ന ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെ ജനങ്ങളെ പറയണം. രാഷ്ട്രീയക്കാരനായാലും തന്ത്രിയായാലും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതടക്കം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും കേട്ടുകൊണ്ട് ക്ഷമാപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് സർക്കാരിനോടും പാർട്ടിയോടുമുള്ള തെറ്റിദ്ധാരണ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു മാറ്റാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും എത്തി തെറ്റ് ഏറ്റുപറഞ്ഞ് തെറ്റ് തിരുത്താനുള്ള പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ മനസ്സ് തുറന്നു പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPMന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഗൃഹസന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുസ്ലിം ലീഗ് ചർച്ച നടത്തിയോ എന്നറിയില്ല. മുന്നണിയുടെ നന്മയ്ക്കായി ആർക്കും അവരുടേതായ സംഭാവനകൾ ചെയ്യാമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ചർച്ച നടന്നു? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്നലെ KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, UDFന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക. അതാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത് വിപുലീകരിക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു. വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സംഘടനകളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. അതൊന്നും വേറൊരു പാർട്ടിയുടെ ഒരു ചർച്ച ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല.
കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മാധ്യമങ്ങളുടെ മാത്രം ചർച്ചയാണ്. എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കണം. വരാൻ താൽപര്യമുള്ളവർ വരും, ആരെയും നിർബന്ധിക്കില്ല. ഒരു വിസ്മയവും UDF അവകാശപ്പെട്ടിട്ടില്ല എന്നും അടൂർ പ്രകാശ്. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFന്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. UPA സർക്കാർ ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നടപ്പാക്കിയതാണ് തൊഴിലുറപ്പ് പദ്ധതിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. തങ്ങളില്ലെങ്കിൽ നടക്കില്ലായിരുന്നു. ഗാന്ധിയുടെ പേര് മാറ്റി രാംജിയാക്കി. നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും MB ഗോവിന്ദൻ. UPA ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി നടപ്പിലാക്കേണ്ടി വന്ന ഒരു പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നത്. അത് അവസാനിപ്പിക്കാനുള്ള നിലപാട് ഞങ്ങൾ പരസ്യമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോഴും നടപ്പിലാക്കാൻ പോകുന്ന ഗാന്ധിജിയെ അതിൽ നിന്ന് ഒഴിവാക്കി രാം എന്ന പേര് അതിന്റെ ഒപ്പം ചേർത്ത് എന്നിട്ട് ഈ പരിപാടിയെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ബില്ലാണ് നിയമമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ലക്ഷക്കണക്കിന് മനുഷ്യൻ ഇന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. UDFിലേക്ക് പോയ CPM മുൻ MLA ഐഷ പോറ്റിയുടേത് ആത്മാർത്ഥതയില്ലാത്ത പ്രതികരണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മുൻ സഹപ്രവർത്തകയെപ്പറ്റി അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. ഒരു സ്ഥാനവും ലഭിക്കാതെ എത്രയോ പേർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. UDFന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്നതെന്നും ബേബി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടുകൂടി അഭിമുഖീകരിക്കാനുള്ള കെൽപ്പ് UDFനില്ല എന്നാണ്. അത് UDFന്റെ നേതാക്കന്മാരൊരാൾ പ്രതിപക്ഷത VD സതീശൻ തന്നെ വ്യക്തമാക്കി. LDFിൽ നിന്നും NDAയിൽ നിന്നും BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിൽ നിന്നും ഞങ്ങൾ പലരും വിട്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇന്നിപ്പോൾ ഉള്ള UDF കെൽപ്പില്ലാത്തതാണ്. ജനങ്ങളെ അഭിമുഖീകരിക്കാനും വിജയപ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കാനും ശേഷിയില്ലാത്തൊരു UDF ആണെന്നുള്ള UDFന്റെ തുറന്ന സമ്മതമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. LDFിൽ നിന്നും ആരെങ്കിലും പോകുമോ എന്നതിനെ സംബന്ധിച്ച് വിസ്മയമുണ്ടാകും എന്നൊക്കെയുള്ള മട്ടിൽ ശ്രീ VD സതീശൻ നടത്തിയിട്ടുള്ള അവകാശവാദങ്ങൾ ഒരു ചീറ്റിപ്പോയ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. ജോസ് കെ മാണി അസന്നിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കി LDFന്റെ ഭാഗമാണ് മാണി കേരള കോൺഗ്രസ്. അതാണ് യാഥാർത്ഥ്യം. KFC വായ്പാ തട്ടിപ്പിലെ FIR റദ്ദാക്കണമെന്ന് PV അൻവറിന്റെ ഹർജിയിൽ പരാതിക്കാരനെ കക്ഷി ചേർത്ത് ഹൈക്കോടതി. വിജിലൻസ് എടുത്ത കേസിലെ പരാതിക്കാരനും കൊല്ലത്തെ വ്യവസായിയുമായ മുരുകേഷ് നരേന്ദ്രനെയാണ് കക്ഷിയാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പിലൂടെ 23.30 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കേസിൽ PV അൻവറും അൻവറിന്റെ ഡ്രൈവർ സിയാദും പ്രതികളാണ്. വിജയ് ചിത്രം ജനനായകന് വലിയ തിരിച്ചടി. ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ എന്തിന് സുപ്രീം കോടതിയിലേക്ക് വന്നു എന്ന വിമർശനവും നിർമ്മാതാക്കൾ നേരിട്ടു. റിലീസ് വൈകിയാൽ സാമ്പത്തിക നഷ്ടം വർദ്ധിക്കുമെന്ന നിർമ്മാതാവിന്റെ ആശങ്കയും കോടതി വകവെച്ചു. ജനനായകൻ സിനിമയ്ക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും കിട്ടുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ചപ്പോൾ നിർമ്മാതാക്കളോട് ചോദിച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് നിലനിൽക്കുകയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ധൃതി പിടിച്ച് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്നതായിരുന്നു നിർമ്മാതാവിനോട് ചോദിച്ച ചോദ്യം. വെങ്കട്ട് കെ നാരായണ, KVN പ്രൊഡക്ഷൻസിന്റെ നിർമ്മാതാവായ വെങ്കട്ട് കെ നാരായണനാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചത്. വെങ്കട്ട് കെ നാരായണനോടായിരുന്നു കോടതിയുടെ ഈ ഒരു ചോദ്യവും എന്ന് പറയുന്നത്. അവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഇവിടെ
ബെഞ്ചിലേക്ക് വരുന്നു. 21-ാം തീയതി പരിഗണിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നതെന്ന ചോദ്യമാണ് തിരിച്ച് സുപ്രീം കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന നിർമ്മാതാവിൻ്റെ ഹർജി തള്ളുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് തിരിച്ചു പോകൂ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നതാണ് സുപ്രീം കോടതി പറയുകയും ചെയ്തത്. നേരെ മറിച്ച് നിർമ്മാതാവ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം, അഡ്വക്കേറ്റ് മുകുൾ റോത്തഗിയാണ് നിർമ്മാതാവിന് വേണ്ടി വാദിക്കാൻ എത്തിയത്. പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് 5000 തിയേറ്ററുകളോളം ബുക്ക് ചെയ്തിരിക്കുന്നു, വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. തുടക്കം തൊട്ട് കഴിഞ്ഞ മാസം തന്നെ ഈ കോപ്പി സിനിമയുടെ കോപ്പി സെൻസറിന് അയച്ചതെന്നാണ്. പിന്നീട് കട്ട്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും തിരികെ വന്നിരുന്നു. പക്ഷേ വീണ്ടും സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാക്കാൽ പറഞ്ഞിട്ട് പോലും തന്നില്ല എന്നൊക്കെ വീണ്ടും സുപ്രീം കോടതിക്ക് മുന്നാകെ നിർമ്മാതാവ് വാദിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലും സുപ്രീം കോടതി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഡിവിഷൻ ബെഞ്ചിലേക്ക് തന്നെ തിരിച്ചു പോകൂ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതും നിർമ്മാതാവ് പറയുകയും ചെയ്തിരുന്നു. വലിയ തുക തന്നെയാണ് ഈ സിനിമ റിലീസ് ഡേറ്റ് മാറ്റിയതുകൊണ്ട് തന്നെ ഉണ്ടായത്. തിയേറ്റേഴ്സുമായിട്ട് കരാർ ഒപ്പിട്ടതാണ്, അത് മാറ്റപ്പെട്ടു. 5000-ഓളം തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നതാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ പൊങ്കൽ സീസണുമായി ബന്ധപ്പെട്ട് അപ്പോൾ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയും കൂടിയാണ് ഇത് എന്നതും പറഞ്ഞു. മാത്രമല്ല ഇനി റിലീസ് ഡേറ്റ് വൈകുകയാണെങ്കിൽ കൂടുതൽ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നീങ്ങുമെന്നതും കൂടി നിർമ്മാതാവ് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ പോലും അത് ഏറ്റെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും തിരിച്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകൂ എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാതാവിന് ഇനി മറ്റൊരു വഴിയുമില്ല. 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. പക്ഷേ വീണ്ടും ഇത് വൈകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 21-ാം തീയതിയിലേക്ക് ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനിരിക്കെ ഏകദേശം 2 ആഴ്ചയോളം, സിനിമ 9-ാം തീയതി റിലീസ് ചെയ്യേണ്ടിയിരുന്നു, 2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് 21-ാം തീയതി ഇത് വീണ്ടും ഡിവിഷൻ ബെഞ്ച് കേൾക്കുകയേ ചെയ്യുള്ളൂ. അപ്പോഴും വിധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് ജനനായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്നും മനസ്സിലാകുന്നത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് മന്ദഗതിയിൽ. ഉച്ചവരെ 22% വോട്ടുകളാണ് പോൾ ചെയ്തത്. BMC ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് തുടരുകയാണ്. വോട്ടറുടെ കയ്യിൽ മായാത്ത മഷി പുരട്ടുന്നതിന് പകരം മാർക്കർ പേന ഉപയോഗിക്കുന്നു എന്ന ആരോപണവുമായി രാജ് താക്കറെ രംഗത്ത് വന്നു. എന്നാൽ ആരോപണം BMC തള്ളി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, നടിയും MP-യുമായ ഹേമ മാലിനി, അക്ഷയ് കുമാർ, ജോൺ എബ്രഹാം തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, വിശദാംശങ്ങൾ. ഭവ്യ, വോട്ടെടുപ്പ് ഏതായാലും BMC ഉൾപ്പെടെ 29 കോർപ്പറേഷനിലേക്കുള്ള വോട്ടെടുപ്പ് തുടരുകയാണ്. പക്ഷേ മന്ദഗതിയിലാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം വോട്ടെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഉച്ചവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 22% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ മുംബൈയിൽ പോളിംഗ് കുറവാണ് ഉണ്ടാകാറുള്ളത്. 2017 കണക്കുകൾ നോക്കുകയാണെങ്കിൽ 55% പോളിംഗ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുംബൈ നഗരത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 52%. അങ്ങനെയെങ്കിൽ ഇത്തവണയും ഒരുപക്ഷെ 50% അല്ലെങ്കിൽ 55% ഇടയിൽ നിൽക്കുന്ന തരത്തിലുള്ള പോളിംഗ് നടക്കാനാണ് സാധ്യത. ഏതായാലും ഈ വോട്ടെടുപ്പ് ദിനത്തിലും വിവാദത്തിന് കുറവില്ല. പ്രത്യേകിച്ച് രാജ് താക്കറെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ വോട്ടർമാരുടെ കയ്യിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന മഷിക്ക് പകരം മാർക്കർ പേനയാണ് ഉപയോഗിക്കുന്നതെന്ന ആരോപണമാണ് രാജ് താക്കറെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് രാജ് താക്കറയുടെ മാത്രം ആരോപണമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചിത്രം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും BMC ആദ്യം ഇതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും പിന്നീട് ഈ ആരോപണം തള്ളുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല വ്യാജ പ്രചരണം നടത്തുകയാണ് പ്രതിപക്ഷം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസും ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമാണ്. ഏതായാലും വാശിയേറിയ പോരാട്ടമാണ്, അഭിമാന പോരാട്ടമാണ് ശിവസേനയെ സംബന്ധിച്ച് നടക്കുന്നത്. കാരണം അവർ 97 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷനുമാണ് BMC. അവിടെ ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് പാർട്ടികളുടെ പിളർപ്പ്, ശിവസേന 2 ആയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, MNS ഉദ്ധവ് പക്ഷത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, NCP 2 ആയി പിളർന്ന ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ മഹാരാഷ്ട്ര വേദിയായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഏതായാലും നടക്കുന്നത്. തീർച്ചയായും വൈകിട്ട് 5:30 വരെയാണ് പോളിംഗ്. എങ്കിൽ പോലും മന്ദഗതിയിലാണ് ഇപ്പോൾ പോളിംഗ് നടക്കുന്നതെങ്കിൽ പോലും വലിയ പ്രതീക്ഷ BJPയും ശിവസേനയും ഒരുപോലെ പങ്കുവയ്ക്കുന്നുണ്ട്. ഭവ്യ, ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിലെ ടോൾ പ്ലാസ സമരത്തിനെതിരെ പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെ സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നലെയുണ്ടായ പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്നാണ് നടപടി. ടോൾ ബൂത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കണ്ടാൽ അറിയാവുന്ന 500-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കുമ്പള ആരിക്കാടിയിലെ ടോൾ ബൂത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുകയായിരുന്ന
AKM അഷ്റഫ് MLA പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതോടൊപ്പം സമരസമിതി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി വലിയ തോതിൽ സംഘർഷമുണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെയുള്ള 6 ക്യാമറകൾ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം ഗേറ്റ് ഈ വാഹനങ്ങൾ കടത്തിവിടുന്ന ഗേറ്റ് ഉൾപ്പെടെ തകർത്തു, ക്യാബിൻ തകർത്തു, ക്യാബിൻ്റെ ചില്ലുകൾ തകർത്തു. അങ്ങനെ വലിയ തോതിൽ സംഘർഷമുണ്ടായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും അത്തരത്തിൽ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമാകുമെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ അറസ്റ്റ് കൈവരിക്കാൻ ഇവർ സന്നദ്ധരായത്. ഏതായാലും പ്രതിഷേധം ഇനിയും തുടരും. ടോൾ പ്ലാസയിൽ ഇത് പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് AKM അഷ്റഫ് MLA അറസ്റ്റിന് മുമ്പ് വ്യക്തമാക്കിയത്. സമരസമിതി പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 500ഓളം പേർക്കെതിരെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. അതിനു പുറമെ ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും കണ്ടാലറിയാവുന്ന 25ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ സമരത്തിൽ BJP ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകിയിട്ടുണ്ട്. കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രിയായാൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും MLA പറഞ്ഞത് ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇപ്പോൾ അറസ്റ്റിന് അവർ തയ്യാറാകുന്നു, അറസ്റ്റ് അവർ തയ്യാറായി. പക്ഷേ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഈ ടോൾ പ്ലാസയിൽ പിരിവ് അവസാനിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് AKM അഷ്റഫ് വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കും. ഇതൊരു അന്യായമായ അനധികൃതമായ ടോൾ പിരിവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് AKM അഷ്റഫ് MLA ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇവിടെ ടോൾ പിരിവ് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾക്ക് ബാരിക്കേഡ് തടഞ്ഞുകൊണ്ടുള്ള ടോൾ പിരിവല്ല, സെൻസർ ഉപയോഗിച്ചുള്ള ടോൾ പിരിവാണ് ഇപ്പോൾ നടക്കുന്നത്. ജീവനക്കാർ ആരും തന്നെ ഇവിടെ ഇല്ല. ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇവിടെയുള്ള ജീവനക്കാരെല്ലാം ഇവിടെ നിന്നും പുറത്ത് പോയിരുന്നു. ഇപ്പോൾ ജീവനക്കാരുമില്ല. പക്ഷേ സെൻസർ ഉപയോഗിച്ച് ഇവിടെ ടോൾ പിരിവ് ഇപ്പോഴും നടക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് സർവീസ് റോഡില്ലാത്തൊരു പ്രദേശമാണ്. ഇതിന് തൊട്ടടുത്ത് 20 കിലോമീറ്റർ മാത്രം മാറിയാണ് തലപ്പാടിയിലെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധമുള്ളത്. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിധി വരാനിരിക്കെയാണ് ഈ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചത്. ഏതായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോഴിക്കോട് ടോൾ പിരിവ് തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ. ഒളവണ്ണ ടോൾ പ്ലാസയിലായിരുന്നു പ്രതിഷേധം. സർവീസ് റോഡ് പണി പൂർത്തിയായില്ല. പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നീ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധത്തിനിടെ പ്രവർത്തകരിൽ ഒരാൾ കുഴഞ്ഞു വീണു. മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പീഡന വിവരം പോലീസിൽ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും അധ്യാപികയ്ക്ക് ഉണ്ടായത് കുറ്റകരമായ വീഴ്ചയെന്നുമാണ് കണ്ടെത്തൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അധ്യാപകന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവർത്തനം നടന്നുവെന്നും ആ സമയങ്ങളിൽ ഉയർന്ന പരാതികൾ പ്രധാന അധ്യാപിക ഗൌരവത്തിലെടുത്തില്ലെന്നും കണ്ടെത്തി. പ്രതിയായ അധ്യാപകനെ പുറത്താക്കാൻ AU ശുപാർശ നൽകി. കൊല്ലം സായ് ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. +2 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാൾ തിരുവനന്തപുരം സ്വദേശിയും മറ്റൊരാൾ കോഴിക്കോട് സ്വദേശിനിയുമാണ്. മരണകാരണം വ്യക്തമല്ല. റൂം തുറക്കാതായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം സായ് ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിനീഷ വിവരങ്ങളുമായി ചേർന്നു. വിനീഷ, ഈ 2 പെൺകുട്ടികളാണ് മരിച്ചത്. എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ? എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അനുശ്രീ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വനിതാ ഹോസ്റ്റലിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് കണ്ടെത്തിയത്. ഇരുവരും കായിക വിദ്യാർത്ഥിനികളാണ്. കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മറ്റൊരാൾ +2 വിദ്യാർത്ഥിനിയുമാണ്. ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം.
സംഭവം ഇങ്ങനെയാണ്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ഈ കായിക വിദ്യാർത്ഥിനികൾ മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം പരിശീലനത്തിനായി പോയിരുന്നില്ല. അങ്ങനെ എത്താത്തതിനെ തുടർന്ന് ഇവർ തിരിച്ചു ഹോസ്റ്റലിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് കതക് പൂട്ടിയ നിലയിൽ കണ്ടെത്തി. അങ്ങനെ കതക് തള്ളി തുറന്ന് കയറിയപ്പോഴാണ് 2 ഫാനുകളിലായിട്ട് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിദാരുണമായ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സഹപാഠികൾക്ക് അതിന്റെ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും തുടർന്ന് തന്നെ ഈ സഹപാഠികൾ പോലീസിൽ വിവരം അറിയിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നു. അങ്ങനെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ അതുപോലെ തന്നെ പരിശോധനകൾ അന്വേഷണങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായ ഘട്ടത്തിൽ ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്താണ് ഇവരെ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നതിനെ കുറിച്ച് പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയ വിദ്യാർത്ഥിനി മരിച്ചു. 17-കാരിയായ അയോന മോൺസൺ ആണ് മരിച്ചത്. പരിക്കേറ്റ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. തിങ്കളാഴ്ചയാണ് അയോന സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയത്. പയ്യാവൂർ സേക്രഡ് ഹാർട്ട് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അയോന മോൺസൺ. മരിച്ച അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവങ്ങൾ എത്തിക്കും. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി ചേരുന്നു. സുമേഷ്, വിവരങ്ങൾ. ഗുണ്ടാ നേതാവ് മരട് അനീഷ് കസ്റ്റഡി. മുളവുകാട് പോലീസാണ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ സ്വർണ്ണ കവർച്ചാ കേസിലാണ് കസ്റ്റഡി. ഈ കേസിൽ ഒളിവിലായിരുന്നു അനീഷ്. മറ്റൊരു പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ് അനീഷിനെ പിടികൂടിയത്. തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിച്ച് പി ജയരാജൻ. വേതന വർധനവിനെ എതിർക്കുന്നത് തെറ്റായ നിലപാട്. ജയിലിലുള്ളത് പാവങ്ങൾ, പല കാരണങ്ങൾ കൊണ്ട് കുറ്റവാളികളായവർ. സർക്കാർ നടത്തിയത് കാലോചിതമായ പരിഷ്കാരം. തൊഴിലുറപ്പിന്റെയും ആശമാരുടെയും വേതനം കൂട്ടാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും പി ജയരാജൻ. അത് പാവങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാണ് എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മിനിമം വേതനം കൊടുക്കണം. ആ മിനിമം വേതനം കൊടുക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാതെ ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവര് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം, സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്ത് കാര്യത്തിന് ഇത്തരം വിമർശനങ്ങൾ വന്നാൽ ഒരു ഗവൺമെന്റ് എന്താ ചെയ്യുക? അതിൻ്റെ അകത്ത് ഇടപെടുകയല്ലേ ചെയ്യുക? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? തൃശൂരിൽ കലാപൂരം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ 2ാം ദിനമായ ഇന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 268 പോയിന്റുമായി കോഴിക്കോട് മുന്നിൽ, 266 പോയിന്റുമായി കണ്ണൂർ തൊട്ടു പിന്നിലുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ 264 പോയിന്റ് നേടി. ഇത്തവണയും നിറഞ്ഞ സദസ്സിൽ മത്സരം. പൊടിപ്പാറ്റും മോഡൽ കല്യാണോ, കല്യാണത്തരം വമ്പീനാൽ സഭ, എമ്പിടും പല വമ്പരാലറ, അടക്കയും ചേർന്താൽ നിറം, മുട്ടട്ടറയിലെ മേലാപ്പു ചേല. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന്. നവമി, ഓരോ മണിക്കൂർ മുന്നോട്ട് പോകുമ്പോഴും പോരാട്ടം അത് കട്ടിയേക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കോഴിക്കോടാണ് മുന്നിൽ. കപ്പ് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് വലിയ പുത്തരിയൊന്നുമല്ല, പക്ഷെ കണ്ണൂരും തൊട്ട് പിന്നിലുണ്ട് അല്ലേ?
അതെ, ഭവ്യക്ക് എന്തായാലും സന്തോഷിക്കാം. ഭവ്യയുടെ കോഴിക്കോട് ഒന്നാമത് എത്തിയിരിക്കുകയാണ്. പക്ഷേ തൊട്ട് പിന്നാലെ കണ്ണൂരുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കില്ല കപ്പെന്നാണ് കണ്ണൂരുകാർ പറയുന്നത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആദ്യ മത്സരമെല്ലാം ഏകദേശം എല്ലാ വേദികളിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ വേദിയിൽ നാടോടി നൃത്തം അവസാനിച്ചു. ഇനി ഒപ്പനയാണ്. ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷം ഒപ്പന ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്ലാമർ ഐറ്റംസ് എല്ലാം ഓരോ വേദികളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വേദിയിൽ മാർഗംകളിയാണ്. മാർഗംകളിയൊക്കെ ആളുകൾക്ക് എപ്പോഴും കാണാൻ ആകാംക്ഷയുള്ള താല്പര്യമുള്ള നിറഞ്ഞ സദസ്സുകളിൽ തന്നെ മത്സരം നടക്കുന്ന ഒരു ഐറ്റമാണ് മാർഗംകളി. നിങ്ങൾ പാലക്കാട് സ്കൂളിന്റെ പേരെന്ന് പറയൂ. അസിസി സ്കൂളിൽ 25 വർഷമായി ഈ അസിസി സ്കൂളിൽ നിന്ന് മാർഗംകളി ടീം ഇവിടെ എത്തുന്നുണ്ട്. ഒന്നാം സമ്മാനം മേടിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. എ ഗ്രേഡ് നേടിയിട്ട് തന്നെയാണ്. മാർഗംകളിയിൽ അവരാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അസിസി സ്കൂൾ പറയുന്നത്. +1 +2 വിദ്യാർത്ഥികളാണ്. അത് +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു വിഷമം. അവരുടെ അവസാനത്തെ കലോത്സവമാണ്. കഴിഞ്ഞ വർഷവും വന്ന് സമ്മാനം വാങ്ങിപ്പോയി അല്ലേ? ഇത് അവസാനത്തെ കലോത്സവം +2. അതെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ചെയ്തു, കുഴപ്പമില്ല. ഇനി റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി 2 ചുവട് വെച്ചാലോ? ശരി ഭവ്യ, നമുക്ക് ഇവരുടെ ഒരു ചെറിയൊരു ചുവടുവയ്പ് കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ആനന്ദം വരുമാറു മാലാകമാർ നിന്നിങ്ങു ലോകം ചേർന്നു ആചാര ജനരമാടക്കും പോലെ താരാകയാൽ കൂടി പൊതിയുന്ന പോൽ അതുപോഴു തണ്ണന്റെ മുൻപിൽ ചെന്നു താരാതരാൽ നിന്നവർ കൈകൾ കൂപ്പി കീർത്തിച്ചു മാഴി പോലാറിച്ചാരെ താര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ആ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ടു താര കാൽക്കൽ വീണാടുതു കീഴായി ചൊല്ലി താര കുമ്പിട്ടു നിന്നവർ കേട്ടും നീക്കി വളരെ മനോഹരമായിരുന്നു. എന്റെ ആശങ്ക, നിങ്ങളെ കാലിത് വേദനിക്കില്ലേ കുട്ടികളെ? ഇത് എന്തൊരു ചവിട്ടുന്നേ? കുഴപ്പമില്ല, കളിച്ച് ശീലമായല്ലേ? ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാലുവേദനയൊക്കെ എടുക്കില്ലേ? കാലുവേദനയ്ക്ക് ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. കളിച്ച് ശീലമായി അല്ലേ? അപ്പൊ നിങ്ങളുടെ അധ്യാപകൻ ആരാ ഇത് പഠിപ്പിക്കുന്നത്? രവീന്ദ്രൻ മാഷിന്ന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ മറ്റു കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് തന്നെ മടക്കം. മറ്റ് ഐറ്റം ഒന്നും നിങ്ങൾ ആരും ഇല്ല, മത്സരങ്ങളിലൊന്നും ഇല്ല. ഇനി അടുത്ത വർഷം ഇപ്പൊ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ഞാൻ +2 ആണോ? ആദ്യമായിട്ടാണ്? അല്ല, ഇതിപ്പോ മൂന്നാമത്തെ വർഷം. മൂന്നാമത്തെ വർഷമായി. നിങ്ങളുടെ തന്നെ മൂന്നാമത്തെ വർഷമായി. അടുത്ത വർഷം വീണ്ടും വരാം. അപ്പൊ പുതിയ കുട്ടികളുമായിട്ടല്ലേ? നിങ്ങളുടെ ജൂനിയേഴ്സുമായിട്ട് നിങ്ങൾ എത്തും. അങ്ങനെ ആണ് മാർഗംകളി. എന്ത് രസമല്ലേ കുട്ടികൾ ഇതൊക്കെ കളിക്കുന്ന കാണാൻ. ഇവരുടെ ആഭരണങ്ങളൊക്കെ ഇട്ട് വളരെ സുന്ദരികളായിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തി. അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഇനി അതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എ ഗ്രേഡ് കിട്ടും, 1ാം സ്ഥാനം കിട്ടും, അതല്ലാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എന്ന് തന്നെയാണ് കുട്ടികളുടെ തീരുമാനവും. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ഭവ്യ, ഓരോ വേദികൾ 25 വേദികളിലും ഓരോ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏറെ വൈകിയെങ്കിലും ഇന്ന് അങ്ങനെ വൈകലൊന്നും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സംഘാടകരും വിശ്വസിക്കുന്നത്. വേഗത്തിൽ തന്നെയാണ് ഓരോ മത്സരങ്ങളും അവസാനിക്കുന്നത്. 18-ാം തീയതിയാണ് ഈ കലോത്സവ പൂരത്തിന്റെ അവസാന ദിനം. അതുവരെ എല്ലാ വേദികളിലും മത്സരമുണ്ടാകും. ഇനി എന്തായാലും കൂടുതൽ അടുത്ത ബുള്ളറ്റുകളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. മിമിക്രി അടക്കം വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഐറ്റം ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികള് എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുകയുമാണ് ഭവ്യ. ശരി, നാമി ദിനേശാണ് കലോത്സവ നഗരിയിൽ നിന്നും വിശേഷങ്ങളുമായി ചേർന്നത്. കലോത്സവ വേദിയിൽ കാണികളുടെ കയ്യടി നേടി ഓട്ടം തുള്ളൽ. വേദി 8 കനകാംബരത്തിൽ തുള്ളൽ മത്സരങ്ങൾ ആരംഭിച്ചു. തുടർച്ചയായി 3ാമത്തെ വർഷവും അരങ്ങിലെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് വയനാട് സ്വദേശി ആദിത്യനെ പരിചയപ്പെടാം.
ഓട്ടം തുള്ളൽ എന്നാൽ മലയാളികൾക്ക് അത് കുഞ്ചൻ നമ്പ്യാരാണ്. കൊല്ലങ്ങൾക്കിപ്പുറവും നമ്മുടെ കലോത്സവ വേദികളിൽ ഓട്ടം തുള്ളലിന്റെ മാറ്റിന് ഒട്ടും കുറവില്ല. കിരീടം ചൂടി ശരീരത്തിനെയും വയറിനെയും മറയ്ക്കുന്ന മാർമാലയും കഴുത്താരവും, കയ്യിൽ തോൾക്കൂട്ടവും പരുത്തിക്കാമണിയും, അരയിൽ തുണിനാടകൾ കൊണ്ടുണ്ടാക്കിയ പാവാടയും അരമുണ്ടും കാലിൽ ചിലങ്കയും കെട്ടി കുഞ്ചന്റെ പിൻതലമുറക്കാരനായി ആദിത്യൻ അഭിലാഷ് അരങ്ങിൽ. സുൽത്താൻ ബത്തേരിക്കാരനായ ഈ കൊച്ചുമിടുക്കൻ ചുരമിറങ്ങി കലോത്സവ വേദിയിലെത്തുന്നത് അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടിയാണ്. കൃത്യം പറഞ്ഞാൽ 3 വർഷം 8ാം ക്ലാസ് തൊട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഡാൻസ് ടീച്ചറാണ്. അപ്പം അച്ഛൻ പറഞ്ഞു തുള്ളലെടുത്തോ, നല്ലതാണ്, നിനക്കത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അതെടുത്തു. ഇഷ്ടപ്പെട്ടു. എൻ്റെ കഴിവിന്റെ പരമാവധി എടുത്ത് ചെയ്യാൻ പറ്റി. സാറ് ഡയാലിസിസ് രോഗിയായ അച്ഛൻ അഭിലാഷിന് മകനെ അടുത്ത വർഷം വേദിയിലെത്തിക്കാൻ കഴിയുമോ എന്നറിയില്ല. വലിയ സാമ്പത്തിക ചിലവാണ്. എങ്കിലും തനിക്ക് സാധിക്കാത്തത് മകനിലൂടെ നടത്തിയെടുക്കുന്നു. 8th മുതൽ ഓട്ടംതുള്ളൽ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. മോണോക്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഹൈസ്കൂളിലേക്കായപ്പോൾ ഓട്ടംതുള്ളൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാറ് കിട്ടി. അപ്പം അതൊരു ഭാഗ്യമായതുകൊണ്ട് അങ്ങനെ. അച്ഛൻ എന്തുകൊണ്ടാണ് ഓട്ടംതുള്ളലിലേക്കുള്ള ഒരു ഇഷ്ടം എപ്പോഴാണ് വന്നു തുടങ്ങിയത്? എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് പറ്റാത്തത് കൊണ്ട്, അന്നൊക്കെ ഭയങ്കര ക്യാഷും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് മോനെ അതിലേക്ക് വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്തു. കലയുടെ വേദിയിലേക്ക് സകല കഷ്ടപ്പാടുകളും മറന്നെത്തുന്നവർ അനേകമാണ്. കല നല്ലൊരു കാലത്തേക്കുള്ള കർട്ടൻ തുറക്കുമെന്ന് ഈ കുട്ടികൾ വിശ്വസിക്കുന്നു. അതിനുള്ള അരങ്ങ് കൂടിയാകട്ടെ ഈ വേദികൾ. ന്യൂസ് 18 തൃശൂർ. ഇനി കലോത്സവത്തിലെ ഒരു അപൂർവ കാഴ്ച കാണാം. ഓട്ടംതുള്ളൽ വേദിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ കാണാൻ നിരവധി പേരാണ് അവിടേക്ക് എത്തിയത്. 89 വയസ്സുകാരി സാവിത്രി അമ്മയാണ് ആ അതിഥി. കുട്ടികൾക്ക് അനുഗ്രഹം നൽകി മടങ്ങിയ സാവിത്രി അമ്മയ്ക്ക് ഇനി മോഹൻലാലിനെ കാണണമെന്നാണ് അടുത്ത ആഗ്രഹം. കലോത്സവ വേദിയിലെ ഇനി മനോഹരമായ ഒരു കാഴ്ച കണ്ടാലോ? 89 വയസ്സുള്ള സാവിത്രി അമ്മ ഇവിടെ കലാവേദികളിൽ എത്തിയിരിക്കുകയാണ്. ഓരോ മത്സരങ്ങൾ കാണാൻ. ഇപ്പോൾ ഈ ഓട്ടംതുള്ളൽ കാണാൻ എത്തിയിരിക്കുകയാണ്. അമ്മൂമ്മ ഓട്ടംതുള്ളൽ കണ്ടോ? ഓട്ടംതുള്ളൽ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ആണോ? 89 വയസ്സായില്ലേ? ഇപ്പോഴും ഇഷ്ടാണോ ഇങ്ങനെ ഇതൊക്കെ കാണാൻ? അമ്മൂമ്മ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ പണ്ട്? ഇല്ല, അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല. പക്ഷെ കാണാനാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഇത് മകന്റെ കൂടെ വന്നു. നടക്കാൻ ബുദ്ധിമുട്ടാണോ? നടക്കാൻ വയ്യ. ഈ കാലിന് നീക്കി വെച്ചാൽ മെല്ലെ മെല്ലെ നടക്കും. ഇപ്പൊ ഓടിണ്ട് നടക്കാനൊന്നും വയ്യ, പറ്റില്ല. അവിടെ ഇരിക്കും, ഭക്ഷണം കഴിക്കും. അതന്നെ. അത് ചോറൊന്നും കഴിക്കാൻ പാടില്ല. ചെറിയ അരിയിട്ട് കഞ്ഞി വെച്ച് കൂട്ടാൻ എന്തെങ്കിലും കൂട്ടാനും മതി. ഈ കൊച്ചു കുട്ടികളെയൊക്കെ കാണുമ്പോ, ഈ കൊച്ചു മക്കളെയൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നേ? എന്താ ചെയ്യാ, എന്റെ വീട്ടിൽ ആരും ഇല്ല, ഞാനും മോളാം. അമ്മ ഈ കൊച്ചുമക്കളെ ഇങ്ങനെ ഓരോ മത്സരങ്ങളിലൊക്കെ കാണുമ്പോ സുഖമായ ആളാട്ടാ. അവരൊക്കെ നല്ല നല്ല കുട്ടികളും ആൾക്കാരും ഒക്കെ ഇവിടെ ഒരുവിധമൊക്കെ എല്ലാവരും നല്ലവരും തന്നെയാണ്. എന്താ അവരോട് പറയാനുള്ളത്? എന്താ അവര് ചോദിക്കുന്നത് പറയാന്നല്ലത്. എന്താ അല്ല, കുട്ടികളോട് എന്താ പറയാനുള്ളത്? കുട്ടികളോട് അവിടെ നിന്നോളോ, ഇരുന്നോളോ, പോരോ, കിടന്നോളോ എന്നൊക്കെ പറയാം. ഒരു പാട്ട് പാടിയാലോ? അമ്മൂമ്മ ഒരു പാട്ട് പാടോ? ഒരു പാട്ട് പാടിയേ. ഓമാന കുട്ടൻ ഗോവിന്ദൻ ബാലരാമനെ കൂടെ കൂടാതെ കമിനി മണി അമ്മാതന്നങ്ക തിമേനി ചെന്നു കയറിനാൻ അമ്മയും അപ്പോൾ മറവാണാച്ചിട്ട ഉമ്മാവേച്ചു കീഴാവിനെ അമ്മിഞ്ഞ കൊടുത്താനന്ദീർത്തിച്ചു ചിന്മയാനപ്പോളോ ദീന
ഒപ്പത്തിയിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. ആ പിള്ളേരായി വനത്തിൽ കാളിമ. ഇപ്പോൾ ഞാനമ്മയെ പോകട്ടെ. അയ്യോ എന്നുണ്ണി ഇപ്പോൾ പോകല്ലേ. തീയുപോലുള്ള വീടൻ്റെ വെറുതെ എന്നമ്മയെ തടയണ്ടേ. പോട്ടെ പരിചോടിന്നവിടേക്കുണ്ണുവാൻ. എന്തായാലും നല്ല മനോഹരമായിട്ട് അമ്മൂമ്മ പാടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചല്ലോ അല്ലേ? കുട്ടികൾക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തല്ലോ. ഇടയ്ക്ക് വല്ലതൊക്കെ കുളിക്കും. തൃശ്ശൂർ പൂരത്തിനും പുലികളിക്കും ഒക്കെ പോവാറുണ്ട്. ചിലതിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അന്ന് കാല് മുറിഞ്ഞിട്ടൊന്നുമില്ല ചിലതിന്റെ പോലും. പിന്നീട് വന്നപ്പോ സ്കൂൾ വ്യത്യാസമായി. അപ്പൊ പോയി അല്ലെ? മകനാണ് കൊണ്ടുപോകുന്നത് അല്ലേ? നിക്കണം. മകനാണ്. ചേട്ടാ, അപ്പൊ അമ്മൂമ്മയുടെ ഒരു ആഗ്രഹം, അമ്മയുടെ ആഗ്രഹം ആണോ ഇങ്ങനെയൊക്കെ ആളുകളെ കാണാൻ? താല്പര്യമാണ്, യാത്രയും താല്പര്യമാണ് അമ്മയ്ക്ക്. അപ്പൊ അമ്മ എവിടേക്ക് പറയണോ അത് ഞാൻ കൊണ്ടു നടക്കും. ഇപ്പൊ ചെറിയ കുട്ടികൾ ഇപ്പൊ എന്ത് പറയണോ അത് ഞാൻ സഹായിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ജീവിതം അമ്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കാണ് ഞാൻ. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ജീവിതത്തില്. ജീവിതം ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ വിഷമമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മേനെ നോക്കി സുഖമായി സന്തോഷമായി ജീവിക്കുന്നു. അതിന്റെ മുഖത്ത് കാണാൻ എന്റെ അമ്മ ഇല്ലേ? സുന്ദരി അമ്മൂമ്മയാണല്ലോ. അമ്മൂമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? സ്ട്രോക്ക് ഒന്നുമില്ല പ്രശ്നം, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഇപ്പൊ ആരോഗ്യവതിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 100%. ഇവിടെ വന്ന് കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചു, പാട്ടൊക്കെ പാടി. തൃശ്ശൂർ പൂരത്തിനും പുലിക്കളി അതുമാതിരി ഇവിടെ എന്താ പറയാ പിണറായി വിജയൻ കാണിച്ചു കൊടുത്തു, തൃശ്ശൂർ പൂരം കാണിച്ചു കൊടുത്തു, മഞ്ജു വാര്യരെ കാണിച്ചു കൊടുത്തു. ഈ മമ്മിക്ക് മോദി കാണുന്നുണ്ട്, മോഹൻലാലിനെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. മോഹൻലാൽ എന്തായാലും 18-ാം തീയതി വരും. ഒരു അവസരം കിട്ടട്ടെ. ഇത് കണ്ട് മോഹൻലാൽ അമ്മൂമ്മയെ കാണാൻ വരട്ടെ. മോഹൻലാലിനെ ഇഷ്ടാണോ? ഇഷ്ടാണ്. കാണാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ എന്തായാലും 18-ാം തീയതി തൃശ്ശൂര് വരും. വരുമ്പോ 1-ാം തീയതി. മോഹൻലാലിന്റെ സിനിമയൊക്കെ കാണോ? ഇഷ്ടാണ് സിനിമയൊക്കെ? കാണാറുണ്ട്. ഇഷ്ടാണ്. അപ്പൊ എന്തായാലും ഒരു മോഹൻലാൽ ഫാൻ കൂടിയാണ് ഈ 89 വയസ്സുകാരിയായിട്ടുള്ള സാവിത്രി അമ്മ. മോഹൻലാലിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മകനാണ് ഇപ്പോൾ അമ്മയും കൊണ്ട് ഈ കലോത്സവ വേദികളിലേക്ക് വരികയും അതൊക്കെ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചെറിയൊരു മറവിയുടെ പ്രശ്നം കൂടിയുണ്ട് അമ്മൂമ്മയ്ക്ക്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നൽകുന്നൊരു കാഴ്ച കൂടിയാണ് ഈ കലോത്സവ വേദിയിൽ നിന്നും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശ്ശൂർ. ഇത്തവണയും നിറഞ്ഞ സദസ്സുകളിൽ തന്നെയാണ് നാടക മത്സരം പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം വെല്ലിമൂട് സെന്റ് ക്രിസോസ്റ്റംസ് GHSS സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകം വ്യത്യസ്തമാണ്. തിരുവനന്തപുരം നെല്ലിമൂട് കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ കുറച്ച് മിടുക്കി കുട്ടികളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അവരുടെ നാടകമൊക്കെ കഴിഞ്ഞതിന് ശേഷം കോസ്റ്റ്യൂമൊക്കെ മാറി തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ നാടകത്തെ കുറിച്ചും കൂടി ഒന്ന് പറയും? നാടകം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ നാടകം കളിക്കുന്നത്. ബട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നു. ഞങ്ങൾ എല്ലാ ടീമും എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതാണ് വേണ്ടത്, അതാണ് ആവശ്യം. ടീം എന്തായിരുന്നു? ഒരു അമ്മയെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൽ പഴയതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ ഒരു ഫാമിലിയിലെ എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്റ്റോറിയിലെന്ന് വെച്ചാൽ പഴഞ്ചനെന്നും പറഞ്ഞ് നമ്മൾ ഈ കഥയിലൊരു മുത്തശ്ശിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷമാണ് ആ വീട്ടുകാർക്കൊക്കെ പിന്നെ അസുഖം വന്നപ്പോൾ അവർക്ക് പിന്നെ മുത്തശ്ശി ഓർമ്മ വന്നു. മുത്തശ്ശി അടുത്ത് വേണമെന്ന് തോന്നി. പക്ഷെ ആ സമയത്ത് മുത്തശ്ശി അവരുടെ കൂടെ ഉണ്ടായില്ല, മുത്തശ്ശി മരിച്ചുപോയി. അപ്പോൾ നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ഒന്നിൻ്റെ വാല്യൂ അറിയത്തില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവൂ. ഇങ്ങനെ കുറേ മോറൽസ് ഈ സ്റ്റോറിയിലുണ്ട്. എങ്ങനെയാണ് അഭിനയിക്കാന്ന് പറയുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ മുഖത്തൊക്കെ ഈ ഭാവങ്ങളൊക്കെ മിന്നി മാഞ്ഞത്? അത്
ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ സിനിമയിലൊക്കെ കാണുമ്പോൾ നടനൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിനയിക്കാനൊക്കെ തോന്നുമായിരുന്നു കൊച്ചിനൊക്കെ. പിന്നെ നാടകത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ഓഡീഷന് പോയി. നല്ല വോയിസ് വേണം, അതിന് നല്ല വോയിസ് വേണം. നമ്മൾ എക്സ്പ്രഷൻസൊക്കെ ഒരു മടിയില്ലാതെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എടുക്കണം. ഇത്രയും ഡയലോഗ്സ് കാണാതെ പഠിക്കണം അല്ലേ? കാണാതെ പഠിച്ച് ഓർത്ത് തന്നെ പെർഫോം ചെയ്യാന്ന് പറയും. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ നമുക്ക് കട്ടുണ്ട്, അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞു തരാൻ ആളുണ്ട്. അതൊന്നുമില്ല. അത് ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്തു. സാറ് നല്ല സപ്പോർട്ട് ചെയ്തു. സാറിന് ഞങ്ങളുടെ ടീമിനും എല്ലാവർക്കും. എനിക്ക് നാടകത്തിന് ഫസ്റ്റ് ടൈമാണ് ഒരു ഓപ്പർച്യൂണിറ്റി. സിസ്റ്ററാണ് ഞങ്ങളെ കുറേ സപ്പോർട്ട് ചെയ്തു. കുറേ പ്രാവശ്യം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത് ഡയലോഗെല്ലാം പഠിച്ചത് ആരാ? സ്വർണ്ണ വെള്ളി നിരക്കുകൾ കൂടുന്നു.